വനിതകൾ സ്വയം തൊഴിലിനെക്കുറിച്ച് ആലോചിച്ചു പോലും തുടങ്ങാത്ത കാലത്ത് തന്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയർന്ന രാധാംബികയെ പരിചയപ്പെടാം. ശാരീരിക പരിമിതികളെ പോലും മറികടന്ന് ബഹിരാകാശ കമ്പനികൾക്ക് വേണ്ടി സർക്യൂട്ട് ബോർഡ് നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് രാധാംബിക. സ്വയം സംരംഭങ്ങളെക്കുറിച്ച് സ്ത്രീകൾ ആലോചിച്ചു പോലും തുടങ്ങുന്നതിനു മുൻപ് ശാരീരിക പരിമിതികൾ മറികടന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ സംരംഭകയായി തല ഉയർത്തി നിന്നു രാധാംബിക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്കൂളിലെല്ലാം പോകുമ്പോൾ എല്ലാവരും കളിയാണ്, എല്ലാം വിളിച്ച് കളിയാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും നമ്മളൊരു ബുദ്ധിമുട്ട്, അവർക്ക് എപ്പോഴും ഒരു ദുഃഖം തന്നെ. നമ്മളെ കാര്യം ഓർത്ത് ഇനി ഇവളെന്ത് ഇവ കെട്ടി അയക്കാൻ പറ്റില്ല, അങ്ങനെയെല്ലാം എപ്പോഴും അവർക്കൊരു ദുഃഖമാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹാൻഡിക്യാപ്ഡ് സെൻ്ററായ 4ാം തരം വൊക്കേഷൻ റിഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നൊരു കാർഡ് വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ തൊഴിൽ പരിശീലനം ഉണ്ടാകും. അങ്ങനെ അവിടെ പോയപ്പോഴാണ് നമ്മളെ പോലെ കുട്ടികൾ ധാരാളം ഉണ്ട്. അപ്പം മനസ്സിനൊരു സമാധാനം. മറ്റത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരമായിരുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കളിയാക്കാൻ പിന്നെ മുട്ടി പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് നടക്കുമ്പോൾ ഒന്ന് വീഴുകയും ചെയ്യും. അപ്പം അതെല്ലാം ബുദ്ധിമുട്ടാണ്. അവിടെ വന്നപ്പം നമ്മളെ പോലെ കുട്ടികളെ കണ്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസം. താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ തന്റെ സഹപ്രവർത്തകർക്കുണ്ടാകാതിരിക്കാൻ അങ്ങനെ താങ്ങും തണലുമായി. കുട്ടികളെ എടുക്കുമ്പോഴേ ഞാൻ പറയും, നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ലതായാൽ വീട്ടുകാർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവാതിരിക്കുള്ളൂ. അപ്പം അങ്ങനെ ഹാൻഡിക്യാപ്ഡ് തന്നെ അധികം എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവർക്കും ഹാൻഡിക്യാപ്ഡിന് എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഹെൽപ്പിന് ഒരാൾ വേണം. അതുകൊണ്ട് ഇപ്പം ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഒട്ടും വൈകിയില്ല. ഒരുപാടധികം അംഗീകാരങ്ങൾ രാധാംബികയെ തേടിയെത്തി. പ്രിന്റഡ് സർക്യൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന ISROയുടെയും VSSCയുടെയും പുറം കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്ന സംരംഭത്തിന് 1983 തുടക്കം കുറിച്ച രാധാംബികയ്ക്ക് ഇന്ന് 63 വയസ്സുണ്ട്. നമ്മൾ ആരും എന്ത് ജോലി ചെയ്യണമെന്ന് നമുക്കൊരു തീരുമാനം എടുത്ത് അതിലോട്ട് മുന്നോട്ട് പോയാൽ വിജയിക്കാൻ പറ്റും. എൻ്റെ അന്ന് നമുക്കൊരു സഹായം ഇല്ലായിരുന്നു. തൻ്റെയോടത്തോടെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴുള്ള പിള്ളേർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ച് നിൽക്കണം. മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ ചാഞ്ചാവടാതിരുന്ന പ്രശ്നമില്ല. പരിഹാസവും പരിമിതികളും ചിറകുകളാക്കി രാധാംബിക പറന്നുയർന്നത് തന്റെ സ്വപ്നങ്ങളിലേക്കാണ്. ഇന്നത്തെ കാലത്ത് സ്വപ്നം കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും രാധാംബിക പ്രചോദനവും മാതൃകയുമാണ്. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.